അപ്പോൾ നമ്മൾ വെയിലൊക്കെ അന്ന് ആറിയപ്പോൾ വൈകിട്ടൊന്ന് ഇറങ്ങിയതാണ് പുറത്തേക്ക്. ഇവൻ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല, പിന്നാലെ അപ്പം പോരും ടോമി. ഈ കാണുന്ന സ്ഥലത്ത് മുന്നേ ഒരു വീടുണ്ടായിരുന്നു. അത് മഴവിൽക്കാവടി ജയറാമിൻ്റെ സിനിമയിൽ പോലീസ് സ്റ്റേഷനൊക്കെ ആയിട്ട് ആ വീടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം പൊളിഞ്ഞു പോയിട്ടോ, കുറേ മുന്നേ അല്ലേ. പണ്ട് ഇവിടെയൊക്കെ തീപ്പെട്ടി കമ്പനിയായിരുന്നു. ഇപ്പം പിന്നെ എല്ലാവരും ഇങ്ങനെ ഓരോ പ്ലോട്ടായിട്ട് മേടിച്ചിട്ടൊക്കെ വീട് വെച്ച് ഇപ്പം ആകെ വീടായി ഇവിടെയൊക്കെ. മുന്നേ വെറും കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ആ സൈഡ് ആ കാട് കഴിഞ്ഞ അപ്പുറം പുഴയാണ്. ഇതിലൊക്കെ വീടുണ്ടായിരുന്നു ഈ സൈഡൊക്കെ. ഒക്കെ പൊളിഞ്ഞു പോയി. പക്ഷെ ഇപ്പം ആകെ കാട് പിടിച്ചിട്ട് നിറച്ച് മാവൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിലൊക്കെ നിറച്ച് മാങ്ങയും ഒക്കെ ഉണ്ട്. എന്തായാലും വന്നതല്ലേ, അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കാം. വല്ല പാമ്പൊക്കെ ഉണ്ടോയെന്നൊന്നും അറിയില്ല. പിന്നെ ആകെയുള്ള ധൈര്യം ടോമിയാണ്. അവൻ നമ്മളെ വിട്ട് വേറൊരു കളിയില്ല, പിന്നാലെ വരും എവിടേക്ക് പോവുകയാണെങ്കിലും. പഴയ വീടിൻ്റെ മതിലൊക്കെ അങ്ങനെ പൊളിഞ്ഞിട്ടുണ്ട്. ബാക്കി സാധനങ്ങളൊന്നുമില്ല. കല്ലും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ടാവുമായിരിക്കും, ഒന്നും കാണാനില്ല. ബാക്ക് ഭാഗമൊക്കെ പുഴയാണ് ഇതിൻ്റെ. നിറച്ച് മാവൊക്കെ ഉണ്ട്, നിറയെ മാങ്ങയുണ്ട് അതിൽ. മാങ്ങയൊക്കെ താഴെ വീണ് കിടക്കുന്നുണ്ട്. പക്ഷെ പാമ്പൊക്കെ ഉള്ള കാരണം വല്ലതും കൊത്തിയിട്ടുണ്ടോയെന്നൊക്കെ അറിയില്ലല്ലോ. അപ്പം അതൊക്കെ എടുക്കാൻ നമുക്ക് പേടിയാണ്. പറമ്പിൻ്റെ അറ്റത്ത് വലിയൊരു കിണറൊക്കെ കാണാനുണ്ട്. പണ്ട് വേറൊരു ചെറിയ കിണറൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഇതിപ്പോൾ ആദ്യമായിട്ട് കാണുക ഞാൻ. ടോമി ഓരോ സൗണ്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ മുന്നിൽ ഓടുന്നുണ്ട്. ടോമി നമ്മൾ വളർത്തണ നായെന്നല്ല കേട്ടോ, എവിടുന്നാന്ന് അറിയില്ല. ഒരു ദിവസം വന്നു കൂടിയതാ. അപ്പം നമ്മളവിടെ ഉള്ള എല്ലാവരും അവന് ഫുഡൊക്കെ കൊടുക്കും. എല്ലാവരുടെ വീട്ടിലേക്കും പോവും അവൻ. ഓരോരുത്തരും ഇങ്ങനെ വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവരെയൊക്കെ കൊണ്ടാക്കുക, കൊണ്ടുവരിക, ഇതൊക്കെ ഇപ്പോൾ അവൻ്റെ പണി. എല്ലാ വീട്ടിലും സെക്യൂരിറ്റിയാണ് ടോമി. ഇഞ്ചക്ഷനൊക്കെ എടുപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ. ഇത് കുടപ്പുളിയുടെ മരമാണ്. പണ്ടൊക്കെ ഇതിലിങ്ങനെ ഒരു തരം പുളി പോലത്തെ സാധനം ഉണ്ടാവും. അതൊക്കെ തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ ഇത് ഈ പുഴയുടെ വക്കത്തൊക്കെ നിറച്ചുണ്ടാവാറുണ്ട്. കുടപ്പുളി എന്ന് പറയും. നമ്മൾ കറിയിലിടുന്ന കുടംപുളിയല്ല. ഈ അറ്റത്തായിട്ട് വലിയൊരു കിണർ കാണാനുണ്ട്. കിണറ തോന്നുന്നുണ്ട്. വലയൊക്കെ ഇട്ട് മൂടിയുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ പിന്നെ നമ്മളെ റെയിൽവേയുടെ ബാക്ക് ഭാഗമല്ലേ വീട്. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ട്രെയിനുകളൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടാവും. ഇവിടെയൊക്കെ ഇപ്പം ഇങ്ങനെ ചെറിയ വീടുകളൊക്കെ വന്നിട്ടുണ്ട്. മുന്നേ ഒന്നും വീടൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സൈഡിനൊക്കെ വീടായിട്ടുണ്ട്. ട്രെയിനൊക്കെ കണ്ടില്ലേ, നമുക്ക് തൊട്ടടുത്താണ്. ഇത് അങ്ങോട്ട് കയറി അപ്പുറം കിടന്ന ടൗണായി. അല്ലെങ്കിൽ വളഞ്ഞു പോകണമെങ്കിൽ 10-50 രൂപ ഓട്ടോന് കൊടുക്കണം. ഞങ്ങൾ മിക്കതും ഇതിൽ കയറിയിട്ട് അങ്ങോട്ട് കിടക്കുക ചെയ്യാറ്. പിന്നെ അപ്പുറത്തൊരു ബ്രിഡ്ജുണ്ട്, അത് കൂടെ കയറി പോവുക. അല്ലെങ്കിൽ വണ്ടി വരണത് നോക്കിയിട്ട് ഇത് അങ്ങോട്ട് കയറി കിടക്കുകയൊക്കെ ചെയ്യാം. പണ്ട് ഈ പൂവൊക്കെ നിറച്ച് റോഡ് സൈഡിലൊക്കെ നിന്നിരുന്നതാ. ഇപ്പം ഒന്നും അങ്ങനെ കാണാറില്ല. ഇപ്പം ഇവിടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ കയറ്റത്തെ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ചെടികൾ നിൽക്കുന്നുണ്ട് അതിൻ്റെ. മുന്നൊക്കെ റോഡ് സൈഡ് നിറച്ച് 2 സൈഡിലും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ടോമിക്ക് അവിടെ ഒരു കൂട്ടുകാരനെ കാണാനുണ്ട്. അപ്പോൾ അവ അവിടെ നിന്ന് നോക്കുക. അപ്പുറത്തെ വീട്ടിലെ ബാബുവേട്ടൻ്റെ വീട്ടിൽ ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ അവനായിട്ട് സംസാരിക്കുക. അവരങ്ങനെ 2 ആളും കൂട്ടിയിട്ട് അങ്ങോട്ട് പോയി ആ കാട്ടിലേക്ക്. അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇന്നത്തെ. അപ്പം അങ്ങനെ അവിടെ അടുത്ത വീട്ടിലെ ഞങ്ങൾ കുഞ്ഞത്താത്താനെയൊക്കെ കണ്ട്, പണ്ടൊക്കെ കണ്ടുള്ളത് അവരേനെയൊക്കെ കുറേ കാലമായി കണ്ടിട്ട്. അപ്പോൾ അവരോടൊക്കെ കുറേ നേരം സംസാരിച്ച് അങ്ങനെ ഞങ്ങളിങ്ങോട്ട് തിരിച്ചു പോന്ന്. അവന് പോരാ ഒത്തിരി മടിയുണ്ട്.